ഹായ് എവ്രി വൺ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റ്ലേറ്റ്സിനെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2 പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന ഐഗൺ വാല്യൂസ്, ഐഗൺ ഓപ്പറേറ്റർ, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ ഈ കാര്യം ഒന്ന് വായിച്ചു തരാം, അതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. ഇൻ എനി മെഷർമെൻറ്റ് ഓഫ് ദി ഒബ്സർവബിൾ associated with the operator. So there is a term called operator. Operator എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ? എ ഹാറ്റ് അല്ലെങ്കിൽ എക്സ് ഹാറ്റ്, പൊസിഷൻ ഓപ്പറേറ്റർ, മൊമെൻറ്റം ഓപ്പറേറ്റർ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. The only values, the only values that will ever be observed are the eigenvalues of the operator. So ഇൻ സിമ്പിൾ ടേംസ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ലെറ്റ്സ് സേ നമുക്കൊരു ഓപ്പറേറ്റർ എടുക്കാം വിച്ച് ഇസ് എ ഹാറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇതിനെയാണ് നമ്മൾ ഐഗൺ ഓപ്പറേറ്റർ എന്ന് പറയുക. ഐഗൺ ഓപ്പറേറ്റർ എന്ന് നമ്മൾ വിചാരിക്കാം. ഓക്കെ. ഇത് എവിടെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണമല്ലോ, ഓപ്പറേറ്റർ എവിടെയെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്, തിരിച്ച് കിട്ടുന്നത് നമ്മുടെ വേവ് ഫംഗ്ഷൻ തന്നെയാണ്, സൈ തന്നെയാണ്. പക്ഷേ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാകും. ലെറ്റ്സ് സേ ആ കോൺസ്റ്റന്റ് ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ആ കോൺസ്റ്റന്റ് എന്ത് വിളിക്കുന്നു ഞാൻ? ബി. ഓക്കെ. സോ ഈ കോൺസ്റ്റന്റിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, നമ്മുടെ ഐഗൺ വാല്യൂ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഈ ഫംഗ്ഷനെ, ഈ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും? ഐഗൺ ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഇക്വേഷനെ ടോട്ടൽ, ദ ഹോൾ ഇക്വേഷൻ ഇസ് കോൾഡ് വോട്ട്? ദ ഹോൾ ഇക്വേഷൻ is called eigen equation. Eigen equation. Alright. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അങ്ങ് മനസ്സിലാവത്തില്ല അല്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിളൊക്കെ എടുത്തിട്ട് നമുക്ക് പറയാം. അപ്പോൾ നോക്കിക്കോളൂ. ലെറ്റ്സ് സേ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ എച്ച് സൈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണല്ലേ. സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി മക്കളെ ഇത് എന്തായിരിക്കുമോടാ? യെസ്, ദിസ് ഇസ് യുവർ ഐഗൺ വാല്യൂ. ഐഗൺ വാല്യൂ. അപ്പോൾ ഈ ഐഗൺ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് കുറച്ച് പ്രോബ്ലത്തിലൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഒരു പ്രോബ്ലം ഞാൻ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനിവിടെ എഴുതാം. ഓക്കെ. എൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ എന്താണ്? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? 5 ഡി ബൈ ഡി എക്സ് പ്ലസ് എന്തായിരിക്കും? 3 ഇ റേസ് ടു എ എക്സ് എന്ന് പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് മൈ ഓപ്പറേറ്റർ. ഓക്കെ. ഓപ്പറേറ്റർ ആൻഡ് ദിസ് ഇസ് മൈ ഫംഗ്ഷൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാൻ പറ്റുമല്ലോ, ഡി ബൈ ഡി എക്സ്. ഓക്കെ. അപ്പോൾ ഡി സ്ക്വയർ ആണ്. അപ്പോൾ എന്തായിരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് എന്തായിരിക്കും? ഇ റേസ് ടു എ എക്സ് പ്ലസ് എന്തായിരിക്കും? 5 ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് പ്ലസ് 3 ഇ റേസ് ടു എ എക്സ്. ഇതൊക്കെ ഡെറിവേറ്റീവ് ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. യെസ്. ഓൾറൈറ്റ്. ഓക്കെ. ഇനി എന്തായിരിക്കും? പറഞ്ഞോ. യെസ്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടെ? എ ഇ റേസ് ടു എ എക്സ് എന്നായിരിക്കും കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ, ഇവിടെ എന്തായിരിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് എന്തുണ്ടാവും? യെസ്, എ ഇ റേസ് ടു എ എക്സ് എന്ന് തന്നെ എനിക്ക് കിട്ടും. ഓക്കെ. യെസ്. പ്ലസ് എന്തായിരിക്കും? പ്ലസ് 5 ഇൻറ്റു 5 ഇൻറ്റു എ ഇ റേസ് ടു എ എക്സ് പ്ലസ് എന്തായിരിക്കും? 3 ഇൻറ്റു ഇ റേസ് ടു എ എക്സ്. ഓക്കെ. ഇവിടെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ഡെറിവേറ്റീവ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് എ സ്ക്വയർ ഇ റേസ് ടു എ എക്സ് പ്ലസ് 5 എ ഇ റേസ് ടു എ എക്സ് പ്ലസ് 3 ഇ റേസ് ടു എ എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇ റേസ് ടു എ എക്സിനെ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കി, എ സ്ക്വയർ പ്ലസ് എന്ത് വരും? 5 എ പ്ലസ് 3 ഇ റേസ് ടു എ എക്സ് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ നോക്കി, യെസ്, ഇതായിരുന്നു നമ്മുടെ ഓപ്പറേറ്റർ അല്ലേ? ഇതായിരുന്നു നമ്മുടെ ഓപ്പറേറ്റർ, ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരു കോൺസ്റ്റൻറ്റ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് വോട്ട്? യെസ്, ഐഗൺ വാല്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. യെസ്, ബി എന്ന് പറഞ്ഞത് ഞാൻ നൊട്ടേറ്റ് ചെയ്തത് മാത്രമാണ് കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ മൊമെൻറ്റം ഓപ്പറേറ്റർ ഓർമ്മയുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ നമ്മുടെ പി എക്സ് മൊമെൻറ്റം ഓപ്പറേറ്റർ
നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻⁴ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ എന്തായിരുന്നു മൊമെൻറ്റം ഓപ്പറേറ്റർ? ഓർമ്മയുണ്ടോ? Px hat മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ് ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ് ഓഫ് വോട്ട്? e⁻⁴ അപ്പോൾ പറഞ്ഞോളൂ, ഇതേപോലെയാണല്ലേ d/dx ഓഫ് എന്തായിരുന്നു? e⁻⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻⁴ ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റ് ചെയ്തോളൂ, മൈനസ് ഐ എച്ച് ക്രോസ് എന്ത് വരും? ഇവിടെ IK പുറത്തേക്ക് വരും അല്ലേ? ഇവിടെ നോക്കി, ഈ എന് പകരം ആരാണ് ഇവിടെ ഉള്ളത്? IK. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? IK e⁻⁴ എന്നുള്ള രീതിയിൽ വരും. സോ I² I ഇൻറ്റു I², I എന്തായിരിക്കും? I² വിച്ച് ഇസ് -1. അപ്പോൾ -1 ഇൻറ്റു മൈനസ് എത്രയായിരിക്കും? പ്ലസ് h×k e⁻⁴ എന്നുള്ള രീതിയിൽ നമുക്ക് വരും. സോ ഇതായിരുന്നു നമ്മുടെ ഓപ്പറേറ്റർ, ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. യെസ്, ഇതെന്താണ്? h×k എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? പറഞ്ഞു. വിച്ച് ഇസ് അവർ ഐഗൺ വാല്യൂ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും, ആ ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ പോയിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ്, ഐഗൺ ഫംഗ്ഷനിൽ പോയിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഐഗൺ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു കാര്യം തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഗൺ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്, ദാറ്റ് ഈസ് പോസ്റ്റ്ലേറ്റ് നമ്പർ 3. ഓക്കെ, നെക്സ്റ്റ് വൺ, പോസ്റ്റ്ലേറ്റ് നമ്പർ 4. ഇവിടെ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇതേപോലെ മനസ്സിലാക്കുക. ഇത് ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്താൽ ഇതൊരു ½ ആൻ അവറിൻ്റെ സെഷൻ ആയി പോകും. ഓരോ കാര്യവും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയി പോകും സെഷൻ. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് നിങ്ങളോട് ചോദിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻസിനെ പറ്റിയാണ്. ഇങ്ങനെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യണം? കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഫൈനൈറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം എന്നുള്ള കുറച്ച് കണ്ടീഷൻസാണ്. അപ്പോൾ നോക്കാം. ആദ്യത്തെ എന്താണ്? യെസ്, ദാറ്റ് മസ്റ്റ് ബി ഫൈനൈറ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം ഫംഗ്ഷൻ. തേർഡ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് എന്നാണ്. നാലാമത്തത് ഇറ്റ് മസ്റ്റ് ബി ക്വാഡ്രാറ്റിക്കലി ഇൻറ്റഗ്രബിൾ. ഓക്കെ, ആൻഡ് ഫൈനലി ദ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മസ്റ്റ് ഓൾസോ ബി സിംഗിൾ വാല്യൂഡ്. അപ്പോൾ ഇങ്ങനെ ഒരു 5 കണ്ടീഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിലെ ഏതാണ്. ഇപ്പോൾ കുറേ കണ്ടീഷൻസ് തന്നിട്ട് ഇതിലേതാണ് ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻസിൻ്റെ കണ്ടീഷൻ അല്ലാത്തത് എന്നൊക്കെ നിങ്ങളോട് മേ ബി ചോദിച്ചേക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ്? ആദ്യത്തത് ഫൈനൈറ്റ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, ക്വാഡ്രാറ്റിക്കലി ഇൻറ്റഗ്രബിൾ ആയിരിക്കണം, ആൻഡ് ഫൈനലി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും എന്തായിരിക്കണം? സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ ഫംഗ്ഷൻ ഈസ് വോട്ട്? അക്സെപ്റ്റബിൾ ഓർ വോട്ട്? വെൽ ബിഹേവ്ഡ്. വെൽ ബിഹേവ്ഡ്. ഇതിനൊരു എക്സാമ്പിളാണ് sin x എന്ന് പറയുന്നത്. ഓക്കെ, ഇനി tan x-ൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബേസിക്കലി എന്തായിരിക്കും? ഇതൊരു അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഓരോന്നും എന്താണെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമ്മുടെ സിലബസിൽ ഇപ്പോൾ ആവശ്യമില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു സെഷനായിട്ട് തന്നെ അത് ചെയ്യാം. ഓക്കെ, ഇനി പോസ്റ്റ്ലേറ്റ് നമ്പർ 5. ഫോർ എവറി സിസ്റ്റം ദർ ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അതായത് ടൈം ഇല്ലാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷനും ഉണ്ട്, ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫോർ എവറി സിസ്റ്റം ദർ ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അതായത് ഇത് തന്നെയാണ് മക്കളെ -h² 8π²m. ഇവിടെ എന്തായിരിക്കും? del²/del x² പ്ലസ് del²/del y² del²/del z² psi plus v psi is equal to i⁻⁴ del psi by del t. അതായത് ഇവിടെ ഒരു ടൈം ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്, ടൈം ഡിപ്പെൻഡൻസി. അപ്പോൾ ഇത് ടൈം ഇൻഡിപെൻഡൻ്റുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? അതായത് ഈ ടൈം വേരിയൻ്റ് കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ ഡിഗ്രി ലെവൽ വരേക്കും നമുക്ക് ഈ കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ജസ്റ്റ് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എവറി സിസ്റ്റം ദർ ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, ആൻഡ് ഫൈനലി ദ പോസ്റ്റ്ലേറ്റ് നമ്പർ 6. The average expectation value
ഇങ്ങനെ ചോദിക്കും. ദ ആവറേജ്. നിങ്ങൾക്കറിയത്തില്ലേ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലാം കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പരിപാടി. അതാണ് നമ്മുടെ ആവറേജ്. ഓക്കെ. വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ ഓഫ് എ സിസ്റ്റം ഹൂസ് വേവ് ഫംഗ്ഷൻ psi ഈസ് ഗിവൺ ബൈ. അപ്പോൾ എന്തായി പറയുന്നത്? ഇതാ, ലെറ്റ്സ് സേ ഞാനൊരു വേവ് ഫംഗ്ഷൻ ഇവിടെ തരികയാണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ലെറ്റ്സ് സേ നമ്മുടെ മൊമെൻറ്റം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മൊമെൻറ്റം. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിന്റിലും ഇവിടെ എന്തുണ്ടാവും? യെസ്, ഒരു മൊമെൻറ്റത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ? ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി എക്സ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് മൊമെൻറ്റം കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ, അതാണ് നമ്മുടെ ആവറേജ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടിറ്റി എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആവറേജ് എക്സ്പെക്റ്റേഷൻ വാല്യൂവിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മക്കളെ, ഇങ്ങനെ. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, മറിച്ച് ഒരു ട്രയാങ്കിൾ പോലെയുള്ള ഒരു ബ്രാക്കറ്റ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയായിരിക്കും. ഇൻറ്റഗ്രൽ എവിടെ നിന്ന് എവിടം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം? -∞ ടു ഇൻഫിനിറ്റ്. ഓക്കെ, കോംപ്ലക്സ് കോൺജുഗേറ്റ് psi സ്റ്റാർ. ഓക്കെ, ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? എ. അപ്പോൾ എ ഹാറ്റ്. ഓക്കെ, psi d tau ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? യെസ്, -∞ ടു ഇൻഫിനിറ്റി psi സ്റ്റാർ psi d tau എന്ന് നമ്മൾ എഴുതും. ആൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവിടെ ഇതിപ്പോൾ എൻറ്റയർ റേഞ്ച് ആണല്ലേ? വേവ് ഫംഗ്ഷനും അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് d tau എന്തായിരുന്നു? ഇതെന്തായിരുന്നു? നോർമലൈസ്ഡ് ഫംഗ്ഷൻ ആണല്ലേ? ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 എന്ന് വരും. അതായത് ഇൻ സിമ്പിൾ ടേംസ് എനിക്ക് എങ്ങനെ എഴുതാം? യെസ്, ആവറേജ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി psi സ്റ്റാർ എ ഹാറ്റ് psi d tau എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കാര്യം ക്ലിയർ ആണല്ലോ? ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ആവറേജ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്താണ്? psi സ്റ്റാർ എ ഹാറ്റ് psi d tau. ഓക്കെ, ഇതെന്തായിരിക്കും? നോർമലൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ചെറുതായിട്ട് ഒരു ടീക്കും കൂടെ ഞാൻ ചെയ്യുകയാണ്. അതായത് ആവറേജ് എക്സ്പെക്റ്റേഷൻ വാല്യൂ നോക്കിക്കോളെ, -∞ ടു ഇൻഫിനിറ്റി psi സ്റ്റാർ എ ഹാറ്റ് psi d tau ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? ഇതേപോലെ അല്ലേ? -∞ ടു ഇൻഫിനിറ്റി psi സ്റ്റാർ psi d tau. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഓപ്പറേറ്റർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബി psi എന്നൊക്കെ നമുക്ക് കിട്ടും. ആൻഡ് ദിസ് പെർട്ടിക്കുലർ വാല്യൂ ഈസ് കോൾഡ് വോട്ട്? ഐഗൺ വാല്യൂ അല്ലേ? ഇതിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതാണല്ലേ ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷനിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഗൺ വാല്യൂ ഇൻറ്റു psi എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് വോട്ട്? ബി ഐഗൺ വാല്യൂ ആണ്. ഇതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ബാക്കി എന്തൊക്കെയുള്ളത്? -∞ ടു ഇൻഫിനിറ്റി psi സ്റ്റാർ psi d tau ഡിവൈഡഡ് ബൈ, സോറി ഫോർ ദിസ്, ഡിവൈഡഡ് ബൈ എന്ത് വരും? യെസ്, -∞ ടു ഇൻഫിനിറ്റി psi സ്റ്റാർ psi d tau എന്ന് വരും. അങ്ങനെയാണെങ്കിൽ യെസ്, യു കുഡ് ആക്ച്വലി ക്യാൻസൽ ദിസ്. ഓക്കെ, അതായത് മക്കളെ ആവറേജ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? യെസ്, അവരുടെ ഐഗൺ ഫംഗ്ഷനോട്, ഐഗൺ വാല്യൂവിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ദി ആവറേജ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ, ഇവിടെ നമ്മൾ എ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊമെൻറ്റം എടുത്താൽ മൊമെൻറ്റം ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് എ സിസ്റ്റം ഈസ് what is its eigen value? is its eigen value തന്നെയായിരിക്കും. ഓക്കെ, അതാണ് മക്കളെ ഇവിടെ പറയുന്നത്. ദ ആവറേജ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഐഗൺ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പോസ്റ്റ്ലേറ്റുമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 6 പോസ്റ്റ്ലേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, താങ്ക് യു ഗൈസ്.